ഹായ് നമ്മൾ നമ്മളുടെ പ്രൈമറി ഐഡിയൽസിന്റെ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ ഈ വീഡിയോയിൽ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് എയിലുള്ള ഒരു പ്രൈമറി ഐഡിയലും അതിൽ എ എന്നുള്ള റിങ്ങിന്റെ ഒരു മൾട്ടിപ്ലിക്കേറ്റീവ്ലി ക്ലോസ്ഡ് സെറ്റ് കൺസിഡർ ചെയ്തിട്ടുള്ള റിംഗ് ഓഫ് ഫ്രാക്ഷൻസും അതിലെ പ്രൈമറി ഐഡിയൽസും തമ്മിലുള്ള ഒരു റിലേഷനാണ്. സോ start ചെയ്യാം. Let S be a multiplicatively closed subset of A and let Q be a P primary ideal in ring A. In A. Ring A. First statement, എസും പിയും ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എസ് ഇൻവേഴ്സ് ക്യൂ ഉള്ള ഐഡിയൽ എസ് ഇൻവേഴ്സ് എ ഉള്ള ഐഡിയൽ എസ് ഇൻവേഴ്സ് എക്ക് തന്നെ ഈക്വൽ ആയിരിക്കും. സപ്പോസ് ഇന്റർസെക്ട് ചെയ്യുന്നില്ലെങ്കിൽ എസ് ഇൻവേഴ്സ് ക്യൂ ഒരു എസ് ഇൻവേഴ്സ് പി പ്രൈമറി ഐഡിയലായിരിക്കും. അതിന്റെ കൺട്രാക്ഷൻ, അതായത് നമുക്ക് എന്ന് എസ് ഇൻവേഴ്സ് എയിലേക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഹോമോമോഫിസം ഉണ്ട്. അപ്പോൾ ആ ഹോമോമോഫിസം കൺസിഡർ ചെയ്യുമ്പോൾ എസ് ഇൻവേഴ്സ് ക്യൂ എന്നുള്ള ഇവിടുത്തെ ഐഡിയന്റെ കൺട്രാക്ഷൻ ക്യൂ ആയിരിക്കും. ഓക്കെ, സോ ഈ സ്റ്റേറ്റ്മെന്റ് ഡയറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നതാണ്. അതായത് പ്രൈമറി ഐഡിയൽസ് കറസ്പോണ്ട് ടു പ്രൈമറി ഐഡിയൽസ് in the correspondence between in S inverse A and contracted ideals in A. Okay, കാരണം എല്ലാ പ്രൈമറി ഐഡിയൽസും പ്രൈമറി ആണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യാം. Q ഒരു P പ്രൈമറി ഐഡിയലാണ്. S ഇന്റർസെക്ഷൻ P നോൺ എംപ്റ്റി ആണ്, ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്, എസും ബി ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. സോ ഒരു എലമെന്റ് എസ് ഇന്റർസെക്ഷൻ പിയിൽ ഉണ്ടാകും, നോൺ എംപ്റ്റി ആയതുകൊണ്ട്. എസ് ബിലോങ്സ് ടു എസ് ഇന്റർസെക്ഷൻ പി ആണ്. സോ എസിലും ഉണ്ടാകും, എസ് പിയിലും ഉണ്ടാകും. പി എന്ന് പറഞ്ഞാൽ റാഡിക്കൽ ഓഫ് ക്യൂ ആണ്. സോ എസ് റാഡിക്കൽ ഓഫ് ക്യൂവിൽ ഉണ്ടാകും. അതായത് ബൈ ഡെഫിനിഷൻ ഓഫ് റാഡിക്കൽ ഓഫ് എൻ ഐഡിയൽ എസിന്റെ ഏതെങ്കിലും ഒരു പവർ ക്യൂവിൽ ഉണ്ടാവും. സോ എസ് റൈസ് ടു എൻ ബിലോങ്സ് ടു ക്യൂ ഫോർ സം എൻ ഗ്രേറ്റർ ദാൻ 0. സോ എസ് റൈസ് ടു എൻ ക്യൂവിലുണ്ട്. അപ്പോൾ എസ് റൈസ് ടു എൻ 1 എസിലും ഉണ്ടാകും, കാരണം എസ് മൾട്ടിപ്ലിക്കേറ്റീവ്ലി ക്ലോസ്ഡ് ആണ്. സോ എസ് റൈസ് ടു എൻ ബൈ 1 എവിടെ ഉണ്ടാകും? എസ് ഇൻവേഴ്സ് ക്യൂവിൽ ഉണ്ടാകും. സോ 1 ബൈ എസ് റൈസ് ടു എൻ, എസിലുണ്ട്, എസ് മൾട്ടിപ്ലിക്കേറ്റീവ്ലി ക്ലോസ്ഡ് ആണ്. സോ എസ് റൈസ് ടു എൻ എവിടെ ഉണ്ടാകും? എസിലും ഉണ്ടാകും. ഓക്കെ, so 1 by s raised to n into s raised to n. 1 by s raised to n into s raised to n. എവിടെ ഉണ്ടാകും? എസ് ഇൻവേഴ്സ് ക്യൂവിൽ ഉണ്ടാകും. കാരണം ഞാനിപ്പോൾ പറഞ്ഞു എസ് റൈസ് ടു എൻ എസിലുണ്ട്, 1ഉം എസിലും ഉണ്ട്. ഓക്കെ, അത് ആവശ്യം. ഓക്കെ, എസ് റൈസ് ടു എൻ ബൈ 1 എവിടെ ഉണ്ട്? എസ് ഇൻവേഴ്സ് ക്യൂവിലുണ്ട്. സോ എസ് ഇൻവേഴ്സ് ക്യൂ ഐഡിയലാണ്. അപ്പൊ എസ് റൈസ് ടു എൻ ബൈ 1ന്റെ എല്ലാ മൾട്ടിപ്പിൾസും എവിടെ വേണ്ടി വരും? എസ് ഇൻവേഴ്സ് ക്യൂവില് വേണ്ടി വരും. ഓക്കെ, അപ്പോൾ 1 ബൈ എസ് റൈസ് ടു എൻ, എസ് റൈസ് ടു എൻ നോൺ സീറോ ആയിരിക്കും, കാരണം എസ് മൾട്ടിപ്ലിക്കേറ്റീവ്ലി ക്ലോസ്ഡ് ആണ്. സോ 1 ബൈ എസ് റൈസ് ടു എൻ ഇൻറ്റു എസ് റൈസ് ടു എൻ ബൈ 1 എവിടെ ഉണ്ടാകും? എസ് ഇൻവേഴ്സ് ക്യൂവിൽ ഉണ്ടാകും. കാരണം ഇത് എസ് ഇൻവേഴ്സ് ക്യൂവിലെ എലമെന്റ് ആണ്. എസ് ഇൻവേഴ്സ് ക്യൂവിലെ എലമെന്റിന്റെ എല്ലാ എലമെന്റ്സിന്റെ എല്ലാ മൾട്ടിപ്പിൾസും അവിടെ തന്നെ ഉണ്ടാകും, എസ് ഇൻവേഴ്സ് ക്യൂ ഐഡിയൽ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു 1 ബൈ എസ് റൈസ് ടു എൻ ഇൻറ്റു എസ് റൈസ് ടു എൻ ബൈ 1 എസ് ഇൻവേഴ്സ് ക്യൂവിൽ ഉണ്ടാകും. സോ അതായത് 1 എസ് ഇൻവേഴ്സ് ക്യൂവിലുണ്ട്, എസ് ഇൻവേഴ്സ് ക്യൂ ഐഡിയലാണ്. അതായത് എസ് ഇൻവേഴ്സ് ക്യൂ എന്താണ്? 1 ഒരു യൂണിറ്റ് ആണ്. സോ എസ് ഇൻവേഴ്സ് ക്യൂ എന്താണ്? ഹോൾ റിങ്ങിന് ഈക്വൽ ആയിരിക്കും, അതായത് എസ് ഇൻവേഴ്സ് എക്ക് ഈക്വൽ ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുക. So suppose S intersection P is empty. Okay, empty ആണ്. P യും
ഇന്റർസെക്ട് ചെയ്യുന്നില്ല. സോ പി ആയിട്ട് ഇന്റർസെക്ഷൻ ഉണ്ടെങ്കിൽ ക്യൂ ആയിട്ട് ഇന്റർസെക്ഷൻ ഉണ്ടാവില്ല, കാരണം ക്യൂ പിന്റെ സബ്സെറ്റ് ആണ്. അതായത് ക്യൂ എന്ന് പറഞ്ഞാൽ ക്യൂവിന്റെ റാഡിക്കലാണ് പി. അതായത് ക്യൂ എന്തിൻ്റെ അകത്തുണ്ടാവും? റാഡിക്കൽ ഓഫ് ക്യൂവിൽ ഉണ്ടാവും, അത് പിക്ക് ഈക്വൽ ആണ്. സോ ക്യൂ പിന്റെ സബ്സെറ്റ് ആണ്. സോ എസ് പി ആയിട്ട് ഇന്റർസെക്ട് ചെയ്യാത്തതുകൊണ്ട് എസ് ക്യൂ ആയിട്ടും ഇന്റർസെക്ട് ചെയ്യില്ല. അതായത് എസ് ഇന്റർസെക്ഷൻ ക്യൂ എന്താണ്? എസ് ഇന്റർസെക്ഷൻ പി എം ടി ആണ്. എസ് ക്യൂ പിന്റെ സബ്സെറ്റുമാണ്. സോ ക്യൂവിന്റെ കൺട്രാക്ഷൻ എന്താവില്ല. ക്യൂവിന്റെ കൺട്രാക്ഷൻ കൺട്രാക്ഷൻ അല്ല, എക്സ്റ്റൻഷൻ. ഓക്കെ, നേരത്തെ പറഞ്ഞ ഹോമോമോർഫിസം കൺസിഡർ ചെയ്താൽ അതിന്റെ എക്സ്റ്റൻഷൻ എന്താവില്ല? എസ് ഇൻവേഴ്സ് എയിൽ ഹോൾ റിംഗ് ആവില്ല. കാരണം ജനറലി എ എന്നുള്ള റിങ് അതിൻ്റെ ഒരു മൾട്ടിപ്ലിക്കേറ്റീവ്ലി ക്ലോസ്ഡ് സബ്സെറ്റ് എ എന്നുള്ള റിങ്ങിൻ്റെ ഒരു ഐഡിയലാണ് എ എങ്കിൽ, ഐഡിയൽ എ എങ്കിൽ എക്സ്റ്റൻഷൻ ഓഫ് എ എസ് ഇൻവേഴ്സ് എ, അതായത് ഹോൾ റിംഗ് ആവാനുള്ള നെസസറി സഫിഷ്യന്റ് കണ്ടീഷനാണ് എ മീറ്റ്സ് എസ്. അതായത് ഐഡിയൽ എ ഇന്റർസെക്ഷൻ എസ് നോൺ എം ടി ആകുക എന്നുള്ളത്. ഓക്കെ, ഇവിടെ എം ടി ആണ്. സോ ക്യൂവിന്റെ എക്സ്റ്റൻഷൻ എന്താവില്ല? ഹോൾ റിംഗ് ആവില്ല. അതായത് എസ് ഇൻവേഴ്സ് എക്ക് ഈക്വൽ ആവില്ല. ഓക്കെ, സോ ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എസ് ഇൻവേഴ്സ് ക്യൂ ഒരു എസ് ഇൻവേഴ്സ് പി പ്രൈമറി ഐഡിയയിലാണ്. സോ ഫസ്റ്റിൽ നമുക്ക് എസ് ഇൻവേഴ്സ് ക്യൂ ഒരു പ്രൈമറി ഐഡിയയിലാണ് പ്രൂവ് ചെയ്യണം. സപ്പോസ് എ ബൈ എസ് ഇൻറ്റു ബി ബൈ ടി എസ് ഇൻവേഴ്സ് ക്യൂവിൽ ഉണ്ടെന്ന് അസ്യൂം ചെയ്യും. എ ബൈ എസ് എസ് ഇൻവേഴ്സ് ക്യൂവിൽ ഉണ്ടെങ്കിൽ എസ് ഇൻവേഴ്സ് ക്യൂ ഓട്ടോമാറ്റിക്കലി എന്താകും? പ്രൈമറി ആകും. സോ എ ബൈ എസ് എസ് ഇൻവേഴ്സിൽ ക്യൂവിൽ ഇല്ലാന്ന് അസ്യൂം ചെയ്താൽ നമുക്ക് ഇനി പ്രൂവ് ചെയ്യേണ്ടത് ബി ബൈ ടി to the power n belongs to S inverse Q എന്നാണ് for some n in set of all natural numbers. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യാം. ഓക്കെ, ഒരു പ്രൈമറി ഐഡിയയിൽ എന്താണെന്ന് നമുക്കറിയാം എന്ന് കരുതുന്നു. സോ എ ബൈ എസ് എസ് ഇൻവേഴ്സ് ക്യൂവിൽ ഇല്ലെങ്കിൽ നമുക്ക് ഇനി പ്രൂവ് ചെയ്യാനുള്ളത് ബി ബൈ ടി ഹോൾ റൈസ് ടു n belongs to S inverse Q for some natural number n. എ ബൈ എസ് ഇൻറ്റു ബി ബൈ ടി എസ് ഇൻവേഴ്സ് ക്യൂവിലുണ്ട്. സോ നമുക്ക് എന്താ പറയാം? എ ബി ബൈ എസ് ടി എവിടെ ഉണ്ടാകും? എസ് ഇൻവേഴ്സ് ക്യൂവിൽ ഉണ്ടാകും. സോ എ ബി ബൈ എസ് ടിനെ എസ് ടി എങ്ങനെ എഴുതാം? എസ് ഇൻവേഴ്സ് ക്യൂവിലുള്ള എലമെന്റ് ആണ് എ ബി ബൈ എസ് ടി. സോ സം എലമെന്റ് ഇൻ എസ്, സം എലമെന്റ് ഇൻ ക്യൂ ഡിവൈഡ് ബൈ സം എലമെന്റ് ഇൻ എസ് എന്നുള്ള രൂപത്തിൽ എഴുതാം. അല്ലെങ്കിൽ അങ്ങനെ രണ്ട് എലമെന്റ്സ് എക്സിസ്റ്റ് ചെയ്യും. സോ എ ബി ബൈ ടി എ ബി ബൈ എസ് ടി ഈസ് ഈക്വൽ ടു സി ബൈ യു ഫോർ സം സി ബിലോങ്സ് ടു ക്യൂ ആൻഡ് യു ഇൻ എസ്. സോ എ ബി ഈ ഇവർ ഈക്വൽ ആണെങ്കിൽ നമ്മൾ എസ് ഇൻവേഴ്സ് ക്യൂ ഡിഫൈൻ ചെയ്ത സ്ഥലത്ത് ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇക്വലൻസ് റിലേഷൻ. സോ നമുക്ക് എന്താ പറയുക? ആ ഇക്വലൻസ് റിലേഷനിൽ എ ബി കോമ ഇ ഓർഡർഡ് ബൈ എസ്, എ ബി കോമ എസ് ടി ഈസ് റിലേറ്റഡ് ടു ഓർഡർഡ് ബൈ സി യു കോമ യു ആണെന്ന് പറയാം. സോ ആ റിലേഷന്റെ ഡെഫിനേഷൻ ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് പറയാം? എ ബി യു മൈനസ് എസ് ടി സി അല്ലെങ്കിൽ സി എസ് ടി മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ എഴുതാം. എ ബി യു മൈനസ് സി എസ് ടി ഇൻറ്റു വി ഈക്വൽ ടു 0 ആയിരിക്കും ഫോർ സം വി ഇൻ എസ്. സോ ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. എ ബി യു വി മൈനസ് സി എസ് ടി വി ഈസ് ഈക്വൽ ടു 0. സോ നമുക്ക് എന്താ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ എ ബി യു വി ഈക്വൽ ടു സി എസ് ടി വി എന്ന് എഴുതാം. സോ നൗ സി എവിടെ ഉണ്ട്? ക്യൂലുണ്ട്. സോ സി എസ് ടി വി എവിടെ ഉണ്ടാകും? ക്യൂലുണ്ടാകും. സി എസ് ടി വി എ ബി യുക്ക് ഈക്വൽ ആണ്. സോ എ ബി യു വിക്ക് ഈക്വൽ ആണ്. സോ എ ബി യു വി ക്യൂലുണ്ടാകും. മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ട് ചെയ്യും, അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടിയും കൊടുത്താൽ എ യു വി ഇൻറ്റു ബി എവിടെ ഉണ്ടാകും? ക്യൂല് ഉണ്ടാകും. ക്യൂ എന്നുള്ള ഐഡിയയിൽ ഉണ്ടാകും. സപ്പോസ് നമുക്ക് എന്തെങ്കിലും കോൺട്രഡിക്ഷൻ വരുന്നുണ്ടോ നോക്കാം. സോ ക്യൂ പി പ്രൈമറി ആണ് അല്ലെ?
സോ എ യു വി ക്യൂലില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കോൺട്രഡിക്ഷൻ വരുന്നുണ്ടോ നോക്കാം. കോൺട്രഡിക്ഷൻ അല്ല, നമ്മളെ ക്ലെയിം എ യു വി ക്യൂലുണ്ട് എന്നാണ്. എ യു വി ക്യൂലുണ്ടെങ്കിൽ ഇല്ല എന്നാണ് നമ്മളെ ക്ലെയിം. ഉണ്ടെങ്കിൽ എന്തെങ്കിലും കോൺട്രഡിക്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. സോ സപ്പോസ് എ യു വി ബിലോങ്സ് ടു ക്യൂ, ദെൻ എ യു വി ഡിവൈഡ് ബൈ യു വി എവിടെ ഉണ്ടാകും? എസ് ഇൻവേഴ്സ് ക്യൂലുണ്ടാകും. ഓക്കെ, കാരണം യുവും വിയും എങ്ങനെ വരുന്നത് നോക്ക്. യു എസിലുള്ള എലമെന്റ് ആണ്, വിയും എസിലുള്ള എലമെന്റ് ആണ്. സോ യു വി എവിടെ ഉണ്ടാകും? എസിൽ ഉണ്ടാകും. എസ് മൾട്ടിപ്ലിക്കേറ്റീവ്ലി ക്ലോസ്ഡ് ആയതുകൊണ്ട്. സോ എ യു വി ബൈ യു വി എവിടെ ഉണ്ടാകും? എസ് ഇൻവേഴ്സ് ക്യൂൽ ഉണ്ടാകും. ക്യാൻസൽ ചെയ്താൽ എ ബൈ 1 എസ് ഇൻവേഴ്സ് ക്യൂൽ ഉണ്ടാകും. അതായത് 1 ബൈ എസ് ഇൻറ്റു എ ബൈ 1 എവിടെ ഉണ്ടാകും? എസ് ഇൻവേഴ്സ് ക്യൂൽ ഉണ്ടാകും. കാരണം എസ് ഇൻവേഴ്സ് ക്യൂ ഐഡിയിലാണ്. എ ബൈ 1 എസ് ഇൻവേഴ്സ് ക്യൂൽ ഉണ്ട്. എ ബൈ 1ന്റെ എല്ലാ മൾട്ടിപ്പിൾസും എസ് ഇൻവേഴ്സ് ക്യൂൽ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു മൾട്ടിപ്പിളും എസ് ഇൻവേഴ്സ് ക്യൂൽ ഉണ്ടാകും. സോ അതായത് എ ബൈ എസ് എവിടെ ഉണ്ട്? എസ് ഇൻവേഴ്സ് ക്യൂൽ ഉണ്ട്. അത് കോൺട്രഡിക്ഷൻ ആണ്. നമ്മൾ അസ്യൂം ചെയ്തത് എന്താണ്? ഓൾറെഡി അസ്യൂം ചെയ്തിട്ടുണ്ട് എ ബൈ എസ് എസ് ഇൻവേഴ്സ് ക്യൂൽ ഇല്ല. സോ നമ്മൾ ക്ലെയിം പ്രൂവ് ചെയ്തു. എ യു വി എവിടെ അല്ല? ക്യൂലില്ല. എ യു വി ക്യൂലില്ല. therefore നിങ്ങൾക്ക് എന്ത് പറയാം? എ യു വി ക്യൂലില്ലെങ്കിൽ ക്യൂ പ്രൈമറി ആണ്. നമ്മൾ എ യു വി ഇൻറ്റു ബി എവിടെ ഉണ്ട്? ക്യൂലുണ്ട് എന്ന് പറയാം. ക്യൂലുണ്ട്. സോ ഇവിടുത്തെ ക്യൂലില്ലാത്ത എലമെന്റ് ആണ്. സോ ബിന്റെ ഏതെങ്കിലും ഒരു പവർ ക്യൂല് വേണ്ടി വരും, ക്യൂ പ്രൈമറി ഐഡിയിലായതുകൊണ്ട്. So b raised to n belongs to q for some n greater than 0, since q is a primary ID and a u v into b belongs to q. A u v does not belong to q. So b raised to n q ഉണ്ട്. So b raised to n divided by t raised to n s inverse q ഉണ്ടാകും for some t in s. ടി എസ് ഉണ്ടെങ്കിൽ എസ് മൾട്ടിപ്ലിക്കേറ്റീവ്ലി ക്ലോസ്ഡ് ആയതുകൊണ്ട് ടി റൈസ് ടു എന്നും എസ് ഉണ്ടാവും. അതായത് ഡി ബൈ ടി ഹോൾ റൈസ് ടു എൻ എവിടെ ഉണ്ട്? എസ് ഇൻവേഴ്സ് ക്യൂലുണ്ട്. അതായത് എസ് ഇൻവേഴ്സ് ക്യൂ എന്താണ്? ഒരു പ്രൈമറി ഐഡിയിലാണ്. നെക്സ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എസ് ഇൻവേഴ്സ് പി പ്രൈമറി ആണ്. അത് റാഡിക്കലിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഫോളോ ചെയ്യും. റാഡിക്കൽ ഓഫ് എസ് ഇൻവേഴ്സ് ക്യൂ എന്തിന് ഈക്വൽ ആണ്? എസ് ഇൻവേഴ്സ് ഓഫ് റാഡിക്കൽ ഓഫ് ക്യൂക്ക് ഈക്വൽ ആണ്. റാഡിക്കൽ ഓഫ് ക്യൂ എന്ന് പറഞ്ഞാൽ പി ആണ്. സോ എസ് ഇൻവേഴ്സ് പിക്ക് ഈക്വൽ ആണ്. സോ എസ് ഇൻവേഴ്സ് ക്യൂ പ്രൈമറി ആണ്, മാത്രമല്ല എസ് ഇൻവേഴ്സ് പി പ്രൈമറി ആണ്. ഓക്കെ, നൗ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നിന്ന് ഫോളോ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. നോക്കാം, അതും കൂടെ പറഞ്ഞിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നൗ നമുക്കറിയാം ക്യൂ എന്തിന്റെ സബ്സെറ്റ് ആണ്? എക്സ്റ്റൻഷൻ ഓഫ് contraction of extension of q. ന്റെ സബ്സെറ്റ് ആണ് q. ഓക്കെ, അതായത് q is a subset of contraction of extension of q. extension of q എന്തിന് ഈക്വൽ ആണ്? എന്തിന്റെ ഈക്വൽ ആണ്? s inverse q ക്ക് ഈക്വൽ ആണ്. സോ q is contained in S inverse contraction of S inverse Q. Okay, ഇനി നേരെ ഓപ്പോസിറ്റ്. സപ്പോസ് x belongs to S inverse Q, contraction of S inverse Q. So x എന്തിൻ്റെ അകത്തുണ്ടാകും? F inverse of S inverse Q. അതായത് f of x belongs to S inverse Q. f of x belongs to S inverse Q. So എക്സ് ബൈ 1 എവിടെ ഉണ്ടാകും? ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഹോമോമോർഫിസ് ആണ്. എഫ് എക്സിനെ എക്സ് ബൈ 1ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. സോ എക്സ് ബൈ 1 ബിലോങ്സ് ടു എസ് ഇൻവേഴ്സ് ക്യൂ. അതായത് എക്സ് ബൈ 1നെ നമുക്ക് എങ്ങനെ എഴുതാം? an element in Q divided by an element in S. അതായത് എക്സ് ബൈ എ ബൈ എസ് എന്നുള്ള രൂപത്തിൽ എഴുതാം. എ ക്യൂല്, എസ് എസിൽ, അങ്ങനെയുള്ള എയും എസും എക്സിസ്റ്റ് ചെയ്യും.
So ordered pair x comma 1 is related to ordered pair a comma s. So by the definition of this relation, we have xs minus 1a അല്ലെങ്കിൽ a1 into u is equal to 0 to for some u in s. അതായത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എക്സസ് യു മൈനസ് എ വൺ യു ഈസ് ഈക്വൽ ടു 0, എ വൺ യു എ യു ഈക്വൽ ആണ്. സോ എക്സസ് യു ഈസ് ഈക്വൽ ടു എ യു. നൗ എ ക്യൂലുള്ള എലമെന്റ് ആണ്. സോ എൻ്റെ എല്ലാ മൾട്ടിപ്പിൾസും ക്യൂലുണ്ടാവും. സോ എ യു ക്യൂലുണ്ടാകും. അതുകൊണ്ട് തന്നെ എക്സസ് യു എവിടെ ഉണ്ടാകും? ക്യൂലുണ്ടാകും. നൗ എസ് യു എവിടുത്തെ എലമെന്റ് ആണ്? എസിലുള്ള എലമെന്റ് ആണ്. ഓക്കെ, യുവും എസിലുള്ള എലമെന്റ് ആണ്, എസും എസിലുള്ള എലമെന്റ് ആണ്. സോ എസ് യു എസിലുള്ള എലമെന്റ് ആണ്. എസ് മൾട്ടിപ്ലിക്കേറ്റീവ്ലി ക്ലോസ്ഡ് ആണ്. സോ എസ് യുവിന്റെ എല്ലാ പവേഴ്സും എവിടെ ഉണ്ടാകും? എസിലുണ്ടാകും. സോ എസ് യു ഹോൾ റൈസ് ടു എന്നെ എവിടെ ഉണ്ടാകും? എസിലുണ്ടാകും. സോ എസ് യു ഹോൾ റൈസ് ടു എന്നെ എവിടെ ഉണ്ടാവില്ല? ക്യൂലുണ്ടാവില്ല. കാരണം എസും ക്യൂവും തമ്മിലുള്ള ഇന്റർസെക്ഷൻ എം ടി ആണ്, നോൺ എം ടി അല്ല, എം ടി ആണ്. സോ എസ് യു ഹോൾ റൈസ് ടു എൻ എസിലുണ്ട്. സോ എസ് യു ഹോൾ റൈസ് ടു എൻ ക്യൂലുണ്ടാവില്ല. സോ എക്സ് ബിലോങ്സ് ടു എസ് യുവിന്റെ ഒരു പവർ എവിടെ അല്ല? ക്യൂലില്ല. ഓക്കെ, പക്ഷെ എക്സ് എസ് യു എവിടെ ഉണ്ട്? ക്യൂലുണ്ട്. സോ എക്സ് എവിടെ ഉണ്ടാകും? ക്യൂലുണ്ടാകും. കാരണം ക്യൂ പ്രൈമറി ആയതുകൊണ്ട്. സോ എക്സ് ബിലോങ്സ് ടു ക്യൂ സിൻസ് ക്യൂ ഇസ് എ പ്രൈമറി by 4. So therefore എക്സ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, എക്സ് ഇവിടെ ഉണ്ട് എന്ന് കാണിച്ചു. സോ എസ് ഇൻ കൺട്രാക്ഷൻ ഓഫ് എക്സ് ഇൻവേഴ്സ് ക്യൂ ഈസ് എ സബ്സെറ്റ് ഓഫ് ക്യൂ. നേരെ ഓപ്പോസിറ്റ് ഇൻക്ലൂഷൻ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ രണ്ട് ഇൻക്ലൂഷനും കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ ഇക്വാലിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. അതായത് ക്യൂ ഈസ് ഈക്വൽ ടു കൺട്രാക്ഷൻ ഓഫ് എസ് ഇൻവേഴ്സ് ക്യൂ ആണെന്ന് പറയാം. സോ നമുക്ക് ഫസ്റ്റ് റിമാർക്ക് രണ്ട് ഈ തിയറത്തിൽ ഫോളോ ചെയ്യുന്ന ഫോർ എനി ഐഡിയൽ എ and any multiplicatively closed set S in A, the contraction in A of an ideal in S inverse A denoted by S of A. Okay. അതായത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ കൺട്രാക്ഷൻ, ഈ ഒരു സെറ്റിന് നമ്മൾ നൊട്ടേറ്റ് ചെയ്യാൻ എസ് ഓഫ് എ എന്നാണ്. ഓക്കെ, അതായത് ഈ കേസിലാണെങ്കിൽ എസ് ഓഫ് ക്യൂ എന്ന് നൊട്ടേറ്റ് ചെയ്യും. അതായത് ഉദ്ദേശിക്കുന്നത് എസ് ഇൻവേഴ്സ് കൺട്രാക്ഷൻ ഓഫ് എസ് ഇൻവേഴ്സ് ക്യൂ, അതിനെ എസ് ഓഫ് ക്യൂ എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ജനറലി നമ്മൾ കൺട്രാക്ഷൻ ഓഫ് എസ് ഇൻവേഴ്സ് എനെ നമ്മൾ എസ് ഓഫ് എ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും. ഓക്കെ, റിമാർക്കായിട്ട് കൊടുക്കേണ്ട, നൊട്ടേഷൻ എന്നുള്ള രൂപത്തിൽ നൊട്ടേഷൻ. ഓക്കെ, ഒരു വീഡിയോ കൂടെ ചെയ്യാം. അതും കൂടെ ചെയ്താൽ നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.